രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം. ഇത് ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജിയാണ്. ഇത് കൊടുത്തിരിക്കുന്നത് BJP നേതാവായിട്ടുള്ള വിഘ്നേഷ് ശിശിറാണ്. അലഹബാദ് ഹൈക്കോടതിയിലാണ് ഈ ഹർജി വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. കേന്ദ്ര ഏജൻസി ഹർജിക്കാരായിട്ടുള്ള വിഘ്നേഷ് ശിശിറിനെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ബിസിനസ് നടത്താനാണ് രാഹുൽ ഗാന്ധി UK പൗരത്വം എടുത്തതെന്നാണ് ശിശിർ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ED ശിശിറിന് സമൻസ് കൊടുത്തിരിക്കുകയാണ്. അവകാശവാദത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഏജൻസി വിഘ്നേഷ് ശിശിറിനെ വിളിച്ചു വരുത്തിയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഏത് വിദേശ കമ്പനിയുമായിട്ടാണ് അല്ലെങ്കിൽ വിദേശ ബാങ്ക് അക്കൗണ്ട് ഉള്ളതായിട്ടാണ് താങ്കൾക്കറിയാവുന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിലവിൽ അറിയേണ്ടതുണ്ട്. EDയിൽ നിന്ന് തനിക്ക് സമൻസ് ലഭിച്ചിട്ടുണ്ടെന്നും സെപ്റ്റംബർ 9 മുമ്പായി ഹാജരാകണം, ഈ അവകാശവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുമെന്നും വിഘ്നേഷ് ശിശിർ പറയുകയാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് ഫെമ, ആ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് ED അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമായും ഇതിനു പുറമെ വിദേശ ബാങ്കുകളിൽ നിന്നുള്ള ഇടപാടുകളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ ED അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ വാദം കേൾക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ UK സർക്കാർ കേന്ദ്ര സർക്കാരുമായി പങ്കിട്ടിട്ടുണ്ടെന്ന് വിഘ്നേഷ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ജൂലൈയിൽ ഒരു പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നതിനിടെ ലണ്ടൻ, വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളെക്കുറിച്ച് ഞാൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു എന്ന് വിഘ്നേഷ് ശിശിർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് UK സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ഹർജിക്കാരന് സുരക്ഷ നൽകാനും കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദനീയമല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പൊതു താല്പര്യ ഹർജിയിലാണ് ഇത് അവകാശപ്പെടുന്നത്. അനുവദനീയമല്ലാത്തതിനാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം, രാഹുൽ ഗാന്ധിക്ക് വോട്ടവകാശം ഉണ്ടാകരുത്, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവകാശവും നൽകരുത് എന്നാണ് ഈ അടവാദം. ന്യൂസ് ഡെസ്ക്.